ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിലത്തെ ഒരു കാര്യം എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനൊരു ഉത്തരമായിട്ടാണ് വന്നത്. എങ്ങനെയാണ് ഭജന ഇരിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കട്ടെ. ഭജന ഇരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലായാലും ഏത് ക്ഷേത്രത്തിലായാലും ആദ്യം വേണ്ടത് വ്രതശുദ്ധിയാണ്. 11 ദിവസത്തോളം ഞാൻ വ്രതം എടുത്തിരുന്നു. 11 ദിവസം എന്ന് അത് തന്നെ കൃത്യമായിട്ട് എടുത്തിരുന്നു. നോൺ കഴിക്കാൻ പാടില്ല, പിന്നെ കുളിച്ച് ഭക്ഷണം കഴിക്കുക. വളരെ എന്താ പറയുക, എന്നും നമ്മൾ ആ ദൈവത്തിൽ അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഭജന ഇരിക്കേണ്ടത്. പിന്നീടാണ് നമ്മൾ ഭജന ഇരിക്കേണ്ടത്. വളരെ സുഖമുള്ളൊരു അവസ്ഥയൊന്നുമല്ല. നല്ല പരീക്ഷണങ്ങളുണ്ടാവും. നല്ലൊരു പ്രത്യേകതരം ഒരു അവസ്ഥയാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഭജന ഇരിക്കുന്ന ദിവസം മുന്നിട്ട് നമ്മൾ നല്ല പോലെ വ്രതശുദ്ധി വേണം, നല്ലപോലെ പ്രാർത്ഥിക്കണം, പരീക്ഷണങ്ങൾ നേരിടാനായിട്ട് മനസ്സിനെ സജ്ജമാക്കി വയ്ക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, പിന്നീട് നമ്മൾ ചെല്ലുന്ന തലേദിവസം അവിടെ സ്റ്റേ ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ തലേദിവസം റൂം എടുത്ത് നിൽക്കണം. അത് ഇഷ്ടം പോലെ റൂമുകൾ അവൈലബിൾ ആണ്. ഓൺലൈനിലായാലും റൂംസുകൾ അവിടെ കിട്ടും കേട്ടോ. ദേവസ്വത്തിൻ്റെ റൂംസുകളുണ്ട്, എല്ലാം ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ റൂംസുകൾ ഏതെങ്കിലും ഒന്നും എടുത്തിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം 3 മണിക്കാണ് കേട്ടോ നട തുറക്കുന്നത്. അപ്പോൾ നിർമ്മാല്യ ദർശനത്തോടു കൂടിയാണ് നമ്മൾ ഭജനം ആരംഭിക്കാനായിട്ട് കേട്ടോ. 3 മണിക്ക് നമ്മൾ നട തുറന്നിട്ട് അത് നിർമ്മാല്യ ദർശനങ്ങൾ, പാലാഭിഷേകം എല്ലാം ഉണ്ട്. അതൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ 12:30 വരെ, രാവിലെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 12:30 വരെ നട തുറന്നിരിക്കും. അതിൽ പല പ്രാവശ്യം നട അടയ്ക്കും, തുറക്കും. പിന്നെ ഉദയാസ്തമന പൂജയാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നിർമ്മാല ദർശനമുണ്ട്, അതിനുശേഷം അഭിഷേകങ്ങളുണ്ട്, അതിനുശേഷം ഉഷപൂജ, അങ്ങനെ നിവേദ്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പൂജകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ 3 ശീവേലിയാണ് നമുക്ക് തൊഴാനുള്ളത്. രാവിലെ തൊട്ട് രാത്രി വരെ 3 ശീവേലി, പിന്നെ 5 പൂജകളാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കണം, തൊഴണം. എപ്പോഴും നമുക്ക് ഉള്ളിൽ പോയി തൊഴാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കില്ല, ഇത്രയും നല്ല ക്രൗഡുള്ള ഒരു ക്ഷേത്രം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തുറക്കുന്ന സമയത്ത് നമ്മൾ ആ നടക്കിൽ നിന്ന് തൊഴണം. ഉള്ളിൽ തന്നെ, നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഇരിക്കേണ്ടത്, ഭജനം ചൊല്ലി ഇരിക്കേണ്ടത് കേട്ടോ. നമ്മൾ ആ സമയത്ത് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടത് നമ്മുടെ വയറ് നിറയാൻ മാത്രമുള്ള ഭക്ഷണം ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ നമുക്ക് നൽകുന്നുണ്ട്. ഇത് പാലും പാലഭിഷേകത്തിൻ്റെയും അതുപോലെ കദളിപ്പഴമായിട്ടും പഞ്ചസാരയായിട്ടും അതേപോലെ ഭക്ഷണം ചോറായിട്ടും എല്ലാം നിവേദിച്ചോറൊക്കെ ആയിട്ട് ഉണ്ണിക്കണ്ണൻ്റെ നിധി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടതില്ല. 12 വരെയാണ് പൂജ എന്നുണ്ടെങ്കിലും നട അടയ്ക്കുന്നത് 2:30 വരെ നട തുറന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂജകളുടെ ക്രമങ്ങളൊക്കെ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നിട്ട്. 2:30 വരെ ഉണ്ട്, ഏകദേശം 2:30 കൂടിയിട്ടാണ് നട അടയ്ക്കുക കേട്ടോ. അതിനുശേഷം വൈകിട്ട് 3:30 വീണ്ടും നട തുറക്കും. അതൊരു 9:30 വരെയാണ് പൂജയുള്ളത്. അതിനുശേഷം ഒരു 10-11 മണി വരെ ചിലപ്പോൾ കൃഷ്ണനാട്ടവും അങ്ങനെയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം ഉണ്ടാവില്ല, ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ 11 മണിയൊക്കെ ആവും ഏകദേശത്തോളം. അത് കൃഷ്ണനാട്ടം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണി, അത് കഴിയുന്നതനുസരിച്ചിരിക്കും പൂജ നമ്മുടെ വ്രതങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് എന്താണോ ഇതുള്ളത്, 9:30 വരെയാണ് പൂജ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഒരു 5 മണിക്ക് നമ്മൾ അങ്ങനെ 9:30-ക്ക് ശേഷം നമ്മൾ 9:30-ക്ക് ശേഷം നടയുന്ന പുറത്ത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നതിലൊക്കെ നമുക്ക് അതിനാണ് നമ്മൾ റൂം സൗകര്യം, അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സുഖമായിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ പോയി സുഖമായിട്ട് വരാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിപ്പോഴും നന്നായിട്ട് കാര്യങ്ങൾ എന്താ പറയുക, പ്രാർത്ഥിക്കുക, മെയിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കാര്യങ്ങൾ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതാണ് വിശദീകരിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഭാരത് ഹോട്ടലിലേക്ക് വന്നു കേട്ടോ. ഭാരത് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മസാല ദോശയും വടയും ചട്ടിനിയും സാമ്പാറും ഒക്കെ
ഒക്കെ ആയിട്ടങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ന് വെച്ചാൽ ഇന്ന് ഒരു കുറച്ച് നാളായി മസാല ദോശ കഴിക്കണമെന്ന് ഒരു വലിയ മോഹം ഉണ്ടായിട്ട്. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് ഭാരത് ഹോട്ടലിൽ കേട്ടോ. ഭാരത് ഹോട്ടലിലെ മസാല ദോശയൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഇത്തിരി വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് സൗകര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ ഹോട്ടൽ. തൃശ്ശൂർ ഒരുവിധം ഹോട്ടലുകളെല്ലാം അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ടേസ്റ്റും സ്വാദും ഒക്കെ നോക്കി അങ്ങനെ അങ്ങ് കഴിക്കുമായിരുന്നു. ഏട്ടനോട് അപ്പോൾ ഏട്ടന് വട പറഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വഴിപാടുകളൊക്കെ നേർന്നു കഴിഞ്ഞാൽ നേരത്തോടെ വഴിപാടുകളൊക്കെ കഴിച്ചു വയ്ക്കുക. നമുക്ക് അതിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ ഈശ്വരവിശ്വാസിയാണെങ്കിൽ ആ വഴിപാടുകളൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റാവുന്ന വഴിപാടുകൾ നേരിയ ആ നേർച്ച നല്ല രീതിയിൽ തന്നെ അത് തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ആ സംഭവം നിറവേറ്റുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കേട്ടോ, ഞാൻ ഇതിലെല്ലാത്തിലും വിശ്വസിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഫാമിലി മൊത്തം ഈശ്വരനിലും പിന്നെ വഴിപാട് കഴിക്കുന്ന എല്ലാത്തിലും വിശ്വാസമുള്ളവർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് മസാല ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ കഴിക്കുമല്ലോ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശ നിർബന്ധം എന്ന് പറയുന്ന പോലെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കഴിക്കാവുള്ളൂ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മസാല ദോശ കഴിക്കലൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഇന്ന് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പം പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കാൻ നിന്നാൽ കുറച്ച് പാടാ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് ലഞ്ച് പുറത്തുനിന്നാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് കൂടി വീട്ടിൽ, അപ്പോൾ ഞാനത് പുറത്തുനിന്നാക്കാന്ന് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കക്കിരിക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്കങ്ങ് കഴിക്കാമെന്നൊക്കെയാണ് എൻ്റെ വിചാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കഴിക്കും. ഞാൻ സംസാരിക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഭാരതി എന്നാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങളെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അപ്പുറത്ത് വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ തിരുവമ്പാടിയിൽ ചെന്നപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഭജന ഇരുന്നിരുന്നു. തിരുമേനി അവിടുത്തെ തിരുമേനിമാരാണ് കേട്ടോ എനിക്ക് ഭജന ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ തിരുവമ്പാടിയിൽ എല്ലാ വ്യാഴാഴ്ചയും പോകുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ തിരുമേനിമാരോടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ഭജന ഇരുന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു. കുറേ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. എല്ലാം തരണം ചെയ്തങ്ങ് ഭജനമൊക്കെ പൂർത്തിയാക്കി വന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല പരീക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പൂർത്തിയാക്കി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി തിരിച്ചെത്തി. ഇന്നും നമുക്ക് അമ്പലത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ്, സമാധാനമാണ്, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകാമെന്നുണ്ട് കേട്ട് കഴിഞ്ഞാൽ പാതിരാക്കി വിളിച്ചാലെന്ന് പറഞ്ഞോണം. ഇപ്പം അമ്പലം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചാടി എണീച്ച് അമ്പലത്തേക്ക് പോകുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് അത്ര സമാധാനം കിട്ടുന്ന ഒരിടം മറ്റൊരിടം വേറെ ഇല്ല. അമ്പലം അല്ലാതെ എനിക്ക് വേറെ ഒരു സ്ഥലത്ത് പോയാലും ഒറ്റ സമാധാനങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഷോപ്പിങ്ങും ഈറ്റിങ്ങും എന്നൊക്കെ പറഞ്ഞോണം അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു സുഖം. അതാണ് എൻ്റെ ലാവിഷ് ലൈഫ്. അമ്പലത്തിൽ പോവുക, കുറച്ച് ഷോപ്പ് ചെയ്യുക, പിന്നെ അതേപോലെ കുറച്ച് ഭക്ഷണം കഴിക്കുക. ഇതാണ് ലാവിഷ് ലൈഫ്. അപ്പോൾ അജിത് പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.